നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. വർണ്ണാഭമായി കൊടകര ഷഷ്ടി. അഴകിന്റെ പീലിയും പൂക്കളും വിടർത്തി കൊടകരയിൽ ഷഷ്ടി ആഘോഷിച്ചു. ചിമ്മിനി ഡാം ടൂറിസം പദ്ധതിക്കായി 1 കോടി രൂപ മാറ്റിവെച്ചതായി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂമി തരം മാറ്റിയ ഇനത്തിൽ ഫീസായി ലഭിച്ച 1500 കോടിയിലധികം രൂപ കാർഷിക അഭിവൃദ്ധി ഫണ്ടിലേക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിന് പിന്നിൽ വേലുപ്പാടം സ്വദേശിയുടെ ഹർജി. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി അളഗപ്പ ഗ്രാമപഞ്ചായത്ത് പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. വാർത്തകൾ വിശദമായി. അഴകിന്റെ പീലിയും പൂക്കളും വിടർത്തി കൊടകരയിൽ ഷഷ്ടി ആഘോഷം തുടങ്ങി. പുലർച്ചെ 4 മണിയോടെ പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് പാൽ, പനിനീര്, കളഭം, പഞ്ചാമൃതം തുടങ്ങിയ അഭിഷേക ദ്രവ്യങ്ങളുമായി ഊരാളനും ദേവസ്വം അധികൃതരും കുന്നിൻ മുകളിലുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടതോടെയാണ് ഷഷ്ടി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. കുന്നത്തിരിക്കോവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെത്തി ദേവസ്വം വക ആദ്യം അഭിഷേകവും തുടർന്ന് ഭക്തജനങ്ങളുടെ വക അഭിഷേകങ്ങളും നടന്നു. രാവിലെ വിവിധ കാവടി സമാജങ്ങളിൽ നിന്ന് കാവടി ഘോഷയാത്രകൾ പുറപ്പെട്ടു. പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിന്റെ കീഴടമായ കുന്നത്തിരിക്കോവിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് ഷഷ്ടി ആഘോഷം നടക്കുന്നതെങ്കിലും കാവടിയാട്ടത്തിന് വേദിയാകുന്നത് പൂനിലാർക്കാവ് മൈതാനമാണ്. 19 കാവടി സെറ്റുകളാണ് ഇക്കുറി ആഘോഷത്തിൽ പങ്കെടുത്തത്. ഉച്ചയോടെ പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനത്തെത്തിയ കാവടി സെറ്റുകളെ ആതിഥേയരായ കാവിൽ കരയോഗം സെറ്റ് ആചാരപ്രകാരം എതിരേറ്റ് ക്ഷേത്രനടയിലേക്ക് ആനയിച്ചു. വിശ്വ ബ്രാഹ്മണ സമാജം വക കാവടി സെറ്റാണ് ആദ്യം ക്ഷേത്ര മൈതാനത്ത് പ്രവേശിച്ചത്. തുടർന്ന് മറ്റു സെറ്റുകൾ ഊഴമനുസരിച്ച് ക്ഷേത്ര മൈതാനത്തെത്തി. വൈകുന്നേരം 7 മണിക്ക് പൂനിലാർക്കാവിൽ നിന്ന് ചെട്ടിവാദ്യത്തിന്റെ അകമ്പടിയോടെ കുന്നത്തിരിക്കോവിൽ ക്ഷേത്രത്തിലേക്ക് ഭസ്മക്കാവടി എഴുന്നള്ളിപ്പ് നടന്നു. രാത്രി 10 മണിയോടെ വീണ്ടും ഇറങ്ങുന്ന കാവടി സംഘങ്ങൾ പുലരുവോളം പൂനിലാർക്കാവ് മൈതാനത്ത് വിലാസ നൃത്തം ചവിട്ടും. കാവടിക്ക് പുറമെ ശിങ്കാരിമേളം, ബാൻഡ് വാദ്യം, വിവിധ കലാരൂപങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ, ദേവനൃത്തം എന്നിവയും ഷഷ്ടി ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നു. ചിമ്മിനി ഡാം ടൂറിസം പദ്ധതിക്കായി 1 കോടി രൂപ മാറ്റിവെച്ചതായി ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. ടൂറിസം വകുപ്പ് 50 ലക്ഷം രൂപയും MLA ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയുമാണ് ടൂറിസം വികസനത്തിനായി അനുവദിച്ചിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. KK രാമേന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. റവന്യൂ മന്ത്രി K രാജൻ മുഖ്യാതിഥിയായി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, മുകുന്ദപുരം താലൂക്ക് തഹസിൽദാർ KM സിമീഷ് സാഗു, പൊതുമരാമത്ത് വകുപ്പ് സൂപ്രണ്ട് എഞ്ചിനീയർ SR അനിതകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KM ബാബുരാജ്, EK അനൂപ്, TS ബൈജു, N മനോജ്, K രാജേശ്വരി, സുന്ദരൈ മോഹൻദാസ്, അശ്വതി ബിബി, അജിത സുധാകരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, MC റെജിൽ, ഷൈനി ജോജു, ഷാജു കാളിയങ്കര, സെബി കൊടിയൻ, PK ശിവരാമൻ, PK ശേഖരൻ, സുധൻ കാരയിൽ, ജോർജ് താഴേക്കാടൻ, രാഘവൻ മുളങ്ങാടൻ, അബ്ദുട്ടി ഹാജി, KC പീറ്റർ, ജോൺ, ഡേവിസ് വില്ലെടുത്തുകാരൻ, സിഗു കൈരളി, KC കാർത്തികേയൻ, T ബാലകൃഷ്ണ മേനോൻ, TK സന്തോഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. നിർമ്മാണത്തിന് വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നു. ഇങ്ങനെയൊരു മിനി സിവിൽ സ്റ്റേഷൻ വരുന്നതിന് ഗുണമെന്ത് എന്നുള്ളത് കൂട്ടിക്കാട്ടി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കാൻ സാധിക്കുന്നു. മിനി സിവിൽ സ്റ്റേഷനാണ് ഈ ഗവൺമെന്റ് കേരളത്തിൽ 8.5 വർഷക്കാലത്തെ അധികാര മുന്നേറ്റത്തിനിടയിൽ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് 20 വർഷക്കാലം കഴിഞ്ഞാൽ എങ്ങനെയാണ് കേരളം എന്ന് ഇപ്പോൾ നമുക്ക് കാണണം എന്ന നിർബന്ധ ബുദ്ധിയോടെ
ലോകരാജ്യങ്ങളെ അനുഭവപ്പെടുത്തുന്ന വിധത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളുടെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നിശ്ചയിച്ചു മുന്നോട്ട് പോയ അനുഭവമാണ് നമ്മുടെ പുതുക്കാട് നിയോജക മണ്ഡലത്തിൻ്റെ ആസ്ഥാനത്ത് നിരവധി വർഷങ്ങളായിട്ടുള്ള ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ ഒരു ചിരകാല സ്വപ്നമാണ് ഇവിടെ വിപുലീകരിക്കുന്നത്. ഇവിടെ ഗ്രാമപഞ്ചായത്ത് ഉടമസ്ഥതയിലുണ്ടായിരുന്ന സ്ഥലമാണ്. 2009-2010 സാമ്പത്തിക വർഷ കാലയളവിൽ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിനമാണ് ഇന്ന്. നമ്മളുടെ ആ സാക്ഷാത്കാരത്തിലെ നിമിഷങ്ങളും പങ്കിടാനായിട്ട് മുഖ്യാതിഥികളായിട്ട് നമുക്കിവിടെ മിനിസ്റ്റർമാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവരെല്ലാവരെയും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി അളഗപ്പ ഗ്രാമപഞ്ചായത്ത് പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജോ ജോൺ അധ്യക്ഷത വഹിച്ചു. വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ പ്രിൻസി ഡേവിസ്, പ്രിൻസൺ തയ്യാലക്കൽ, PS ദിനിൽ, PS പ്രീജു, അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീജിത്ത്, JHI ഹരീഷ്, KSRTC മാനേജർ സോമൻ, ഹരിതകർമ്മസേന അംഗങ്ങൾ, KSRTC ഡിപ്പോ ഉദ്യോഗസ്ഥർ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചു. മാലിന്യമുക്തം നവകേരളം, എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം. പക്ഷെ പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ എൻ്റെ മാലിന്യം പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ കാണുന്നത്. കാരണം എല്ലാ മേഖലയിലും പഞ്ചായത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം എന്നുള്ള രീതിയിലാണ് സർക്കാരിന്റെ നിലപാട്. കേരള സർക്കാർ നടപ്പാക്കുന്ന മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ 2025 മാർച്ച് 31 നമ്മുടെ കേരളം മാലിന്യമുക്ത നവകേരളമായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നതിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന പരിപാടിയാണ്. കേരളം എന്ന പ്രോഗ്രാമിന് കേരള സംസ്ഥാന സർക്കാരിന്റെ നമ്മുടെ ഗ്രാമാന്തരങ്ങളിലുള്ള എല്ലാ പ്രദേശങ്ങളിലും വെടിപ്പാക്കുന്നതിനും വൃത്തിയാക്കുന്നതിനും ജന്തുക്കളില്ലാതെ നമ്മുടെ യാത്രക്കാർക്കായാലും മറ്റു ജീവജാലങ്ങൾക്കായാലും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പോകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആഹ്വാനം ചെയ്ത ഇത്തരം പദ്ധതികൾ അളയപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ വന്നു ചേർന്നിരിക്കുകയാണ്. കുറച്ചു നാളായി നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് എല്ലാ സ്ഥാപനങ്ങളിലും മാലിന്യമുക്തത്തിന്റെ എല്ലാവിധ പരിപാടികളും നടത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പൊതു സ്ഥാപനമായ പുതുക്കാടിന്റെയും പുതുക്കാട് പഞ്ചായത്തിന്റെയും അളഗപ്പ പഞ്ചായത്തിന്റെയും കൂടിയുള്ള ഈ KSRTC സ്റ്റാൻഡിൽ ഇന്ന് നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങളും പഞ്ചായത്തും കൂടി നമ്മുടെ മാലിന്യമുക്തമാക്കാനായിട്ട് നമ്മളെല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. ബന്ധപ്പെട്ട് KSRTC പുതുക്കാട് ഡിപ്പോയുടെ പരിസരം വൃത്തിയാക്കുവാനായിട്ട് മുൻകൈയെടുത്ത പഞ്ചായത്തിലെ അളഗപ്പ നഗരപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്കും അതുമായി ബന്ധപ്പെട്ട് വന്ന ഹരിതകർമ്മസേന അംഗങ്ങൾക്കും ഞാൻ അഭിനന്ദനങ്ങൾ ഈ സമയത്ത് അർപ്പിക്കുകയാണ്. പരിപാടിയുടെ ഭാഗമായി ഇന്ന് നമ്മൾ KSRTC സ്റ്റാൻഡ് വൃത്തിയാക്കുകയാണ്. അപ്പോൾ അത് വൃത്തിയാക്കുക തന്നെ മാത്രം പോരാ, തുടർന്നും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യമുക്ത നവകേരളം പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് KSRTC ഡിപ്പോ മാലിന്യങ്ങൾ നീക്കം ചെയ്യല് എന്ന ഒരു പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങുകളാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഭൂമി തരം മാറ്റിയ ഇനത്തിൽ ഫീസായി ലഭിച്ച 1500 കോടിയിലധികം രൂപ കാർഷിക അഭിവൃദ്ധി ഫണ്ടിലേക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിന് പിന്നിൽ വേലുപ്പാടം സ്വദേശിയുടെ ഹർജി. TN മുകുന്ദനാണ് കർഷകർക്കായി പുതിയൊരു ഉത്തരവിന് പിന്നിൽ പ്രയത്നിച്ചത്. ഭൂമി തരം മാറ്റത്തിലൂടെ സർക്കാരിന് ഫീസായി കിട്ടിയ 1510 കോടിയും പൂർണ്ണമായും നെൽകൃഷിക്ക് വിനിയോഗിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിറക്കിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് S മനു എന്നിവരുടെ ബെഞ്ചാണ് വിധി പറഞ്ഞത്. 2008 കേരള നെൽവയർ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ കാർഷികാഭിവൃദ്ധി ഫണ്ട് വേണമെന്നുണ്ട്. വയലുകളുടെ സംരക്ഷണത്തിനും നികത്തിയ പാടങ്ങൾ കൃഷിയോഗ്യമാക്കുന്നതിനുമായി ഈ ഫണ്ട് വിനിയോഗിക്കണമെന്നാണ് ചട്ടം. ഇതിൽ നിന്ന് നെൽകൃഷി പ്രോത്സാഹനമായി തുക അനുവദിക്കുന്നില്ലെന്നായിരുന്നു ഹർജിക്കാരൻ വാദിച്ചത്. മറ്റ് ഭൂമി തരം മാറ്റിയ വിഷയവുമായി ബന്ധപ്പെട്ട് 1510 കോടി രൂപ സർക്കാർ ഖജനാവിലേക്ക് യഥാർത്ഥ കാർഷികാഭിവൃദ്ധി ഫണ്ടിലേക്ക് തിരിച്ചടയ്ക്കണം എന്നും പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിലവിൽ 2008 കേരള നെൽവയർ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്നൊരു നിയമം കേരളത്തിലുണ്ടായിരുന്നു. ആ നിയമം ഉണ്ടാക്കിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സമയത്ത് കേരളത്തിലുണ്ടായിരുന്ന
നെൽവയലുകളെ സംരക്ഷിക്കപ്പെടുന്ന നിലവിലുള്ള നിയമങ്ങൾക്ക് കാഠിന്യം പോരാ, അല്ലെങ്കിൽ അത് ദുർബലമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നെൽവയലുകളെയും തണ്ണീർത്തടങ്ങളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പുറപ്പെടുവിച്ചത്, അല്ലെങ്കിൽ ആ ഉത്തരവ് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. അതിനുശേഷം 2018 അതിലൊരു ഭേദഗതി നിർദ്ദേശം കൊണ്ടുവരികയും ഭൂമിയെ രണ്ടായി തിരിച്ചു. അതായത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമിയെ വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമിയുടെ ഗണത്തിൽ കൊണ്ടുവരികയും അങ്ങനെ വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടേണ്ടതില്ല എന്ന നിയമം കൊണ്ടുവരികയും അങ്ങനെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമിയെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമിയുടെ ഗണത്തിൽ വരികയും അങ്ങനെ വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമിയെ തരം മാറ്റി കൊടുക്കുന്ന ഒരു പ്രക്രിയ ആരംഭിക്കുകയുണ്ടായി. ഭൂമി തരം മാറ്റത്തിന് ലഭിക്കുന്ന ഫീസ് കാർഷികാഭിവൃദ്ധി ഫണ്ടിൽ നിക്ഷേപിക്കണമെന്നും കൃഷി പ്രോത്സാഹനത്തിനു വേണ്ടി ഈ തുക വിനിയോഗിക്കണമെന്നുള്ള വ്യവസ്ഥയാണ് സർക്കാർ ലംഘിച്ചത്. ലാൻഡ് റവന്യൂ കമ്മീഷണർക്കായിരിക്കണം അക്കൗണ്ട് കൈകാര്യം ചെയ്യാനുള്ള ചുമതലയെന്നും നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അനധികൃതമായി നികത്തപ്പെട്ട കൃഷിഭൂമികൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ ഈ തുക ഉപയോഗിക്കണമെന്നതായിരുന്നു പ്രഖ്യാപിത ഉദ്ദേശ്യം. 1970കളിൽ 8 ലക്ഷം ഹെക്ടർ സ്ഥലത്തുണ്ടായിരുന്ന നെൽകൃഷി 2 ലക്ഷം ഹെക്ടറായി ചുരുങ്ങിയത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇപ്പോഴത്തെ കോടതി ഉത്തരവ്. തിരിച്ചടയ്ക്കേണ്ട തുകയുടെ 25% 4 മാസത്തിനകം അടയ്ക്കണം. ബാക്കി 75% 4 മാസം ഇടവേളകളിൽ തവണകളായി അടയ്ക്കണമെന്നും കോടതി പറഞ്ഞു. ഈ തുക എങ്ങനെ ചെലവഴിക്കണമെന്ന് സംസ്ഥാനത്തിന് 2 മാസത്തിനകം തീരുമാനമെടുക്കാം. പിരിച്ചെടുക്കുന്ന തുകയെല്ലാം വർഷവും ഓഡിറ്റ് ചെയ്യണമെന്നും റിപ്പോർട്ട് ബന്ധപ്പെട്ട വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും വിധിയിൽ പറയുന്നു. കല്ലൂർ വീട്ടിക്കുന്നിൽ കാട്ടുപന്നികൾ 3 ഏക്കർ സ്ഥലത്ത് അലങ്കാര പൈനാപ്പിൾ കൃഷി നശിപ്പിച്ച സംഭവത്തിൽ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തി. മുപ്പിളിയം മുത്തുമല സ്വദേശി ചുള്ളിപ്പറമ്പൻ അനീഷ് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത 12,000 ഓർണമെന്റൽ പൈനാപ്പിൾ എന്ന അപൂർവ ഇനം പൈനാപ്പിൾ കൃഷിയാണ് നശിച്ചത്. 10 ലക്ഷം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിരുന്നത്. ഇതോടെ മുഖ്യമന്ത്രി, ജില്ലാ ഭരണകൂടം, കൃഷിവകുപ്പ് തുടങ്ങിയിടങ്ങളിൽ അനീഷ് പരാതി നൽകിയിരുന്നു. പൊതുപ്രവർത്തകനായ KG രവീന്ദ്രനാഥും കർഷകന് പരാതി നൽകാൻ ഒപ്പമുണ്ടായിരുന്നു. തൈ ഒന്നിന് 300 രൂപ വില വന്നിരുന്ന പൈനാപ്പിളിന് രാജ്യത്തിനകത്തും പുറത്തും വലിയ മാർക്കറ്റുണ്ട്. ഡൽഹി, അഹമ്മദാബാദ്, ബോംബെ, ബഹ്റിൻ എന്നിവിടങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിനായി ചെയ്ത പൈനാപ്പിൾ കൃഷി 4 മാസം പ്രായമായതായിരുന്നു. അങ്കമാലി സ്വദേശിയുടെ 3 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്താണ് അനീഷ് പൈനാപ്പിൾ കൃഷി ചെയ്തത്. 3 ഏക്കറിലെ കൃഷിയുടെ 90% കാട്ടുപന്നികൾ കുത്തിമറച്ച നിലയിലായിരുന്നു. വെള്ളത്തിന് ദൗർലഭ്യമുള്ള പ്രദേശത്ത് ഏറെ പ്രതിബന്ധങ്ങൾ നേരിട്ടാണ് പൈനാപ്പിൾ കൃഷി ചെയ്തിരുന്നത്. മുള്ളില്ലാത്ത ഇളം പൈനാപ്പിൾ തണ്ടിന്റെ മധുരമാണ് കാട്ടുപന്നികളെ ആകർഷിക്കുന്നത്. കേരളത്തിൽ അപൂർവമായി മാത്രം കൃഷി ചെയ്യുന്ന ഓർണമെന്റൽ പൈനാപ്പിൾ അലങ്കാര ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. 1.5 അടി നീളം വരുന്ന തണ്ടും ചെറിയ പൈനാപ്പിളും ഉൾപ്പെടെ ഒരു കടയ്ക്ക് 300 രൂപയാണ് ഇതിന്റെ വില. ഹൃദ്രോഗബാധിതൻ കൂടിയായ അനീഷിന് കൃഷിയിൽ വൻ നഷ്ടം സംഭവിച്ചതോടെ ജീവിതം തന്നെ വലിയ പ്രതിസന്ധിയിലായി. ഇന്ന് നമ്മുടെ കൃഷിയിടം സന്ദർശിക്കുകയുണ്ടായി. ഉദ്യോഗസ്ഥർ വന്ന് അവർ എല്ലാം നോക്കി. ഫുള്ള് കാടായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. വന്ന് എല്ലാം നോക്കിയിട്ട് പോയിട്ടുണ്ട്. നമ്മൾക്ക് തക്കതായ ഒരു നഷ്ടപരിഹാരം തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഉദ്യോഗസ്ഥരുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തക്കതായ ഒരു പ്രതിഫലം തന്ന് നഷ്ടപരിഹാരം തന്ന് നമ്മളെ സഹായിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. മുപ്പിളിയത്തുള്ള ഒരു യുവ കർഷകൻ, അനീഷ് എന്ന് പേരായിട്ടുള്ള യുവ കർഷകൻ തൃക്കൂര് പഞ്ചായത്തിൽ പുല്ലൂറ്റ് ഒരു സ്വകാര്യ വ്യക്തിയുടെ 5 ഏക്കർ സ്ഥലം ലീസിനെടുത്ത് ഓർണമെന്റൽ കൈതച്ചക്ക അവിടെ കൃഷി ചെയ്തിരുന്നു. 4 മാസം പ്രായമുണ്ട് കൈതച്ചക്ക കൃഷി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം കൃഷിയിടത്തിൽ ചെന്നപ്പോൾ പന്നിക്കൂട്ടങ്ങൾ കംപ്ലീറ്റ് കൃഷി നശിപ്പിച്ചതാണ് അദ്ദേഹം കണ്ടത്. അപ്പോൾ ആളൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മിനിസ്റ്റർ അടക്കം എല്ലാവർക്കും, കളക്ടർ, കൃഷി വകുപ്പ് എല്ലാവർക്കും പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞാനടക്കം ഉദ്യോഗസ്ഥന്മാർ പുള്ളിയുടെ സ്ഥലം സന്ദർശിച്ചു. അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ സർക്കാർ അർഹമായ നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വൃക്കകൾ തകരാറിലായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. കുട്ടനെല്ലൂർ
കിഴക്കേപ്പുരക്കൽ വിശ്വനാഥൻ മകൻ KV സന്തോഷാണ് ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നത്. ഇയാൾ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ആഴ്ചയിൽ 2 തവണ വീതം ഡയാലിസിസ് നടത്തി വരികയാണ്. ഓട്ടോ ഓടിച്ചു കിട്ടുന്ന തുച്ഛമായ പണമായിരുന്നു കുടുംബത്തിന്റെ ഏക വരുമാനം. ഈ യുവാവിനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സുമനസ്സുകളുടെ സാമ്പത്തിക സഹായം ആവശ്യമാണ്. ഇതിനായി ശ്യാമള വേണുഗോപാലിനെ ചെയർമാനായും KR വിജേഷിനെ കൺവീനറായും MV ജീവനെ ട്രഷററായും രക്ഷാധികാരികളായി കമ്മിറ്റി രൂപീകരിച്ചു. സഹായം നൽകാൻ താല്പര്യമുള്ള സുമനസ്സുകൾക്ക് സ്റ്റേറ്റ് ഇന്ത്യൻ ബാങ്കിന്റെ കുട്ടനെല്ലൂർ ബ്രാഞ്ചിൽ KV സന്തോഷ് എന്ന പേരിൽ 05350500000942 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് പണം അയക്കാം. AIFSC കോഡ് SIBN 000535. ഫോൺ KR വിജേഷ് 9847750450. വെണ്ടോർ പള്ളി ശതാബ്ദിയോടനുബന്ധിച്ച് തൃശൂർ അതിരൂപത സെന്റ് വിൻസെന്റ് ഇപ്പോൾ സംഘടന ഡയാലിസിസ് മെഷീൻ സംഭാവന ചെയ്തു. വെണ്ടോർ കോൺഫറൻസ് ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിലേക്കാണ് ഡയാലിസിസ് മെഷീൻ സംഭാവന ചെയ്തത്. ഡയാലിസിസ് മെഷീന്റെ ആശീർവാദ കർമ്മം വെണ്ടോർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോസ് പുന്നേലിപ്പറമ്പിലും സ്വിച്ച് ചൂണ്ടൽ പള്ളി വികാരി ഫാദർ സനോജ് അരങ്ങാശ്ശേരിയും നിർവഹിച്ചു. സെന്റ് വിൻസെന്റ് ഇപ്പോൾ തൃശൂർ അതിരൂപത പ്രസിഡന്റ് ജോസ് J. മഞ്ഞളി, വെണ്ടോർ സെന്റ് വിൻസെന്റ് ഇപ്പോൾ പ്രസിഡന്റ് മനോജ് വെള്ളാനിക്കാരൻ, ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രി ഡയറക്ടർ സിസ്റ്റർ ചെറുപുഷ്പം, വെണ്ടോർ ഇടവക ട്രസ്റ്റി സിറിൽ മഞ്ഞളി, സെന്റ് വിൻസെന്റ് ഇപ്പോൾ അതിരൂപത ഭാരവാഹികൾ, വെണ്ടോർ സെന്റ് വിൻസെന്റ് ഇപ്പോൾ സംഘടനാംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി. പറപ്പൂക്കര കൃഷി ഓഫീസർ അമൃത നിശാന്തിന് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കാർഷിക കർമ്മസേന പ്രവർത്തകർ യാത്രയയപ്പ് നൽകി. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KC പ്രദീപ്, ബ്ലോക്ക് ഡിവിഷൻ അംഗം കവിത സുനിൽ, പഞ്ചായത്ത് അംഗം രാജൻ, കാർഷിക കർമ്മസേന പ്രസിഡന്റ് K. സുധാകരൻ, സെക്രട്ടറി ദിനേശ് വെള്ളപ്പാടി, കർമ്മസേന പ്രവർത്തകർ എന്നിവർ സന്നിഹിതരായി. സിവിൽ ഡിഫൻസ് DG ഡിസ്ക് ആൻഡ് കമന്റേഷൻ ദേശീയ ബഹുമതിക്ക് പുതുക്കാട് അഗ്നിരക്ഷാ നിലയത്തിലെ സിവിൽ ഡിഫൻസ് വാർഡൻ CK ബിനേഷ് അർഹനായി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഡയറക്ടർ ജനറൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഹോം ഹാർഡ്സ് ആൻഡ് സിവിൽ ഡിഫൻസ് 62ാമത് സിവിൽ ഡിഫൻസ് ആൻഡ് ഹോം ഹാർഡ്സ് റൈസിംഗ് ഡേയുമായി ബന്ധപ്പെട്ടാണ് ദേശീയ ബഹുമതി പ്രഖ്യാപിച്ചത്. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി പുതുക്കാട് മേഖലാ യോഗം സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി വത്സൻ ചമ്പക്കര ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി കല്ലൂർ ബാബു അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ ആരാധനാലയങ്ങളിലെ ആഘോഷങ്ങളും ആചാരങ്ങളും നിലനിർത്തണമെന്നും അതിനാവശ്യമായ നിയമ ഭേദഗതി കൊണ്ടുവരണമെന്നും യോഗം ആവശ്യപ്പെട്ടു. വിനയൻ പടിക്കവളപ്പിൽ, മനോജ് മതിക്കുന്ന്, A. കുമാരൻ, C. മുരളി, C. മുരാരി എന്നിവർ പ്രസംഗിച്ചു. 50 വർഷമായി തൃപ്പൂണിത്തറ ഉത്സവത്തിന് ഇലത്താളം അവതരിപ്പിച്ച കിളിയാറ രാമൻ നായരെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ആദരിച്ചു. ധനസഹായവും വിതരണം ചെയ്തു. പുതുക്കാട് തെക്കേത്തുറവ് സ്വദേശിയാണ് രാമൻ നായർ. കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7140 രൂപയും പവന് 57,120 രൂപയും രേഖപ്പെടുത്തി. ചെറുവാൾ കോവാത്ത് പരേതനായ ഗംഗാധരൻ ഭാര്യ ജാനകി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഓമന മനോഹരൻ, അംബിക രാജൻ, ഉഷ രാമദാസ്, രവി, അമ്പിളി, അനിലൻ, നീതു, രാജേഷ്, ശ്രീതു എന്നിവർ മക്കളാണ്. ആമ്പല്ലൂർ വെണ്ടോർ മുരിങ്ങത്തേരി ചീരക്കുഴി ജോർജ് ഭാര്യ റജീന അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വില്യം, ജോസ്, ഓമന, സേവ്യർ, സ്റ്റെല്ല എന്നിവർ മക്കളും. മേരി, ലാലി, വർഗീസ്, ബീന, ആൻഡോ എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് തെക്കേത്തുറവ് ചക്കാലമറ്റത്ത് ചുള്ളിപ്പറമ്പിൽ പരേതനായ ഔസഫ് ഭാര്യ മേരി അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വർണ്ണാഭമായി കൊടകര ഷഷ്ഠി. അഴകിന്റെ പീലിയും പൂക്കളും വിടർത്തി കൊടകരയിൽ ഷഷ്ഠി ആഘോഷിച്ചു. ചിമ്മിനി ഡാം ടൂറിസം പദ്ധതിക്കായി 1 കോടി രൂപ മാറ്റിവെച്ചതായി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം.
ഭൂമി തരം മാറ്റിയ ഇനത്തിൽ ഫീസായി ലഭിച്ച 1500 കോടിയിലധികം രൂപ കാർഷിക അഭിവൃദ്ധി ഫണ്ടിലേക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിന് പിന്നിൽ വേലുപ്പാടം സ്വദേശിയുടെ ഹർജി. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി അളഗപ്പ ഗ്രാമപഞ്ചായത്ത് പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.